ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കിസിൽ കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഓർഡർ ഞാൻ ഇപ്പോൾ ടൈറ്റിൽ കണ്ട പോലെ ഒരു യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റായിൽ പോയിട്ട് എൻ്റെ നമ്പർ നോക്കിയിട്ട് വിളിച്ചൊരു കസ്റ്റമറാണ്. അത് ഇവിടെ അടുത്ത് തന്നെയുള്ള ആൾ. അപ്പോൾ അവർക്ക് നമ്പർ കിട്ടായിട്ട് ഇൻസ്റ്റായിൽ എൻ്റെ കിസിൽ കുസീൻ ഇൻസ്റ്റാ ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നമ്പർ നോക്കിയിട്ട് ഞായറാഴ്ച വിളിച്ചത്. അപ്പോൾ അവർക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചൊവ്വാഴ്ച രാവിലേക്ക് കുറച്ച് സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അങ്ങനെ ഒരു 12 മണിയായിട്ടുണ്ടാവും വിളിക്കുമ്പോൾ. അപ്പോൾ ആ സമയത്ത് അപ്പം എന്നെ ഓർഡറൊന്നും തന്നിട്ടാ. പിന്നെ വാട്സാപ്പിൽ എല്ലാം ഞാൻ സ്നാക്സിൻ്റെ എല്ലാം റേറ്റ് എല്ലാം അയച്ച് ഞാൻ എന്തെല്ലാം ഉണ്ടാക്കുന്നതെല്ലാം അയച്ചു കൊടുത്ത് അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ ഒരു വൈകുന്നേരം അതിനും തോന്നുന്നു എല്ലാം ഓർഡർ കൺഫേം ആകുമ്പോൾ. അപ്പോൾ ഉച്ചക്ക് ഞാൻ ചില്ലി ചിക്കനും ഗീ റൈസും ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഇത് ഈവനിങ്ങിൽ രാവിലെ ഞാൻ അവൽ കുഴച്ചത്, ഞങ്ങൾ അവൽ കുഴച്ചത് എന്നറിയാലേ. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിന്, അതിൻ്റെ ബാക്കി കഴിക്കുന്നത് വൈകുന്നേരം. അപ്പോൾ വൈകുന്നേരം ഓർഡർ കിട്ടി, കൺഫേമായി. അപ്പോൾ ചായയെല്ലാം കുടിച്ചതിന് ശേഷം ഞാൻ പണിക്ക് പിന്നെ എൻ്റെ പണിയെല്ലാം തുടങ്ങാൻ കിന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉന്നക്കായി ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കസ്റ്റമർ പറഞ്ഞത് തേങ്ങ മാത്രം ഇട്ടിട്ടുള്ള ഉന്നക്കായി. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം തേങ്ങ ഇട്ടിട്ടുള്ള ഉന്നക്കായി ഉണ്ടാക്കി. അപ്പോൾ വേറെ ഉന്നക്കായി ഉണ്ടാക്കാനുണ്ടായിന്. അത് നമ്മൾ സാധാരണ മുട്ടിയും തേങ്ങ ഇട്ടിട്ടുള്ള ഉന്നക്കായി ഉണ്ടാക്കിയത്. ഇത് രണ്ടാമത് ഇതാ നമ്മൾ നോർമൽ ഉന്നക്കായി, ഞാൻ എപ്പോൾ ഉണ്ടാക്കുന്ന ഉന്നക്കായി ഉണ്ടാക്കിയത്. അപ്പോൾ 2 തരം ഉന്നക്കായി ഉണ്ടാക്കിയെന്ന്. പിന്നെ അതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ ട്രയാങ്കിൾ. അപ്പോൾ ചിക്കൻ ട്രയാങ്കിളിൻ്റെ റെസിപ്പി കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഞാൻ പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കിയത്. അന്ന് 2 തരം ആക്കിയിട്ടാകുമ്പോൾ പിന്നെ രാത്രിയായി. ഞാൻ പിന്നെ പിറ്റേന്നാക്കാമെന്ന് ചോദിച്ചാൽ ചൊവ്വാഴ്ച രാവിലേക്ക് അവർക്ക് ഫ്രൈ ആക്കിയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ റെസിപ്പി പറയാം. 1/4 കിലോ ബോൺലെസ് ചിക്കന്, 2 ഉള്ളി, 3 മുട്ട, പിന്നെ 3 പച്ചമുളക്, അതേതാ 2 ഉള്ളി, ഇത്രയും അരച്ചു കൊടുക്കണം. അപ്പോൾ കുറേ ആൾ എന്നോട് ചിക്കൻ ട്രയാങ്കിളിൻ്റെ റെസിപ്പി തരണമെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഇത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഇട്ട് കൊടുത്തത് 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഇത്ര ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ തന്നെ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കല്ലേ ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. അരച്ച് കഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്കല്ലേ ഇതിനായിട്ട് തിക്കാക്കണം. ഒരു 4 ബ്രെഡ് പീസാക്കിയിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചിട്ട് ബൗളിലേക്ക് തന്നെ പിന്നെ ഒന്നിച്ചിട്ട് അരക്കാൻ വലിയൊരു പിന്നെ മിക്സീൻ്റെ ജാറെങ്കിലും ഒന്നിച്ചിട്ട് തന്നെ അരച്ചിട്ട് എടുത്തെങ്കിൽ മതി. അപ്പോൾ എനിക്ക് ചെറിയ ജാറായതുകൊണ്ട് അതിനെ ഫുള്ള് ഒന്നാകെ അരക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് പൊടിച്ചിട്ടിടൽ. അപ്പോൾ ഇതാ ഒരു 4 ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞിനാന്ന് ഓർമ്മയില്ല. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിന് ഫസ്റ്റ്. അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയല്ലത് ഇതുപോലെ സ്ക്വയർ ടിന്നില അല്ലെങ്കിൽ റൗണ്ടില നിങ്ങളതിൽ എന്ത് കയ്യിലുണ്ട് അത്. ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഇത് ഇതാക്കല. അതിൽ നല്ലോണം എണ്ണ തടവിയിട്ടായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിനെ സ്പ്രെഡാക്കിയിട്ട് എടുക്കണം. കേക്ക് ബാറ്ററെല്ലാം വയ്ക്കും പോലെ കുറച്ച് ഇത് തിക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂണോട് ഒന്ന് ഫുള്ളായിട്ട് സ്പ്രെഡാക്കി കൊടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചിട്ട് എടുക്കേണ്ടത്. അതിങ്ങനെ സ്പൂണിനോടാക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഫുള്ള് നല്ല ഒരേപോലെ ഈവണായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എന്താക്കണം, അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചിട്ട് എടുക്കണ്ട. അപ്പോൾ ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ട്
അതിൻ്റെ മുകളിൽ ഒരു റിങ്ങും വെച്ചിട്ട് ഈ കേക്ക് ടിന്നും വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കുക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ലതായിട്ട് ഇത് നല്ല വെന്തിട്ടുണ്ടാവും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കത്തിനോടാൻ മറ്റോ ഇങ്ങനെ കുത്തി വെക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വരും. അപ്പോൾ അത് നല്ല കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയിട്ടാകുമ്പോൾ ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് ഇന്ന് പാത്രത്തിൽ നിന്ന് പുറത്ത് വെക്കുന്നുണ്ട്. ഇനി ചൂടാറിയിട്ടാകുമ്പോൾ ഞാനത് ഇതാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ അതിൻ്റെ എടുക്കുന്ന ഞാനിതാ ചിക്കൻ ഡോണട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ആവിയിൽ വേവിക്കുന്ന സമയത്ത് ഞാൻ ചിക്കൻ ഡോണട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഇനി ഒരിക്കൽ കാണിച്ചു തരാം. അതിനെടുക്കുന്നതിന് ഞാൻ രാത്രിയിലേക്കുള്ള മാക്രോണി റെഡിയാക്കിയതിന് മാക്രോണി ചീസി മാക്രോണി ബേക്ക് ചെയ്തത്. പിന്നെ അതെല്ലാം തണിഞ്ഞതിന് ശേഷം ചൂടാറിയതിന് ശേഷം ചിക്കൻ ട്രയാങ്കിൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുട്ടയിൽ മുക്കിയിട്ട് ഇനി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ ട്രയാങ്കിൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് രാത്രി ഞാനെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. രാവിലേക്ക് ഫ്രൈ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിക്കൻ ട്രയാങ്കിൾ ഇനി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രീസറിൽ വെക്കുക. രാവിലെ എണിച്ചിട്ട് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫ്രൈ ആക്കാൻ എല്ലാം 10 മണിയാകുമ്പോൾ നല്ല ഫ്രൈ ആക്കിയിട്ട് എല്ലാം പാക്കാക്കിയിട്ട് കൊടുക്കേണ്ടത്. 10 മണിയാകുമ്പോൾ ഗൾഫിൽ പോകുന്നതല്ല, നല്ല ചൂടൊന്നും പാടില്ലല്ലോ. ഗൾഫിൽ പോകുന്നതുകൊണ്ട് പിന്നെ കുറച്ച് വേഗം ഞാൻ ഫ്രൈ ആക്കാൻ വെച്ചിന്. അതല്ലെങ്കിൽ ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് ബോക്സ് മൂടാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഉന്നക്കായി ഫസ്റ്റ് ഇതാക്കി എന്നിട്ട് ചൂടാറാൻ വെച്ച് ഫാൻ്റെ അടിയിൽ തന്നെ കൊണ്ടുപോയിട്ട് വെച്ച് അതിന് ശേഷം ചിക്കൻ ട്രയാങ്കിൾ അതിന് ശേഷം ചിക്കൻ ഡോണട്ട് ഫ്രൈ ആക്കിന്, അത് കാണിക്കാൻ വിട്ടുപോയി. ലാസ്റ്റ് ചിക്കൻ ട്രയാങ്കിളും ഇതാക്കി എല്ലാം ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. നല്ല ചൂടാറിയതിന് ശേഷം ഇതാക്കാലിട്ട് ബോക്സ് ആക്കിയിട്ട് വെക്കാലിട്ട് അങ്ങനെ ചൂടാറിയതിന് ശേഷം ഒരു 9:30 മണി ആയിന്. അപ്പോൾ ഞാൻ അതിലേക്ക് ബോക്സിലേക്ക് ഫോയിൽ അടിയിൽ വെച്ചിട്ടിട്ട് ഇതെല്ലാം ബോക്സ് ആക്കിയിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഓർഡർ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, പുതിയ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.